പുരുഷൻ്റെ പ്രവൃത്തി ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയാണ്. ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി പുരുഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. പുരുഷൻ പ്രവർത്തിച്ചാലും ചിലപ്പോൾ കാര്യം നടന്നില്ല എന്ന് വരും. അതുകൊണ്ടാണ് വിധിക്കപ്പെട്ടതാണെന്ന് പറയുന്നത്. എന്നാലും പുരുഷൻ പ്രവൃത്തിയിൽ നിന്ന് പിൻവാങ്ങാൻ പാടില്ല എന്നുള്ളത് കർമ്മയോഗത്തിൻ്റെ ഒരു പ്രധാനമായ സിദ്ധാന്തമായതുകൊണ്ടും വ്യാസൻ കർമ്മയോഗം ഉപദേശിക്കുന്ന ആളായതുകൊണ്ടും കർമ്മത്തിന് വലിയ പ്രാധാന്യം വ്യാസൻ നൽകുന്നു. അത് ജ്ഞാനയോഗത്തിന് ഒരു പരിധിവരെ രുചിക്കാത്തതാണെങ്കിലും. ഈ പുരുഷൻ എന്ന് പറയുന്നത് പുല്ലിംഗം എന്ന അർത്ഥത്തിൽ സ്പെസിഫിക് ആയിട്ടാണോ അങ്ങനെ പറയുന്നത്? അല്ല, സ്ത്രീകളും അതിനകത്ത് ഉൾപ്പെടും. ഇപ്പോൾ പുരുഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നവരേ ഉള്ളൂ. മനുഷ്യൻ്റെ ചരിത്രം എന്ന് പറയും. മനുഷ്യൻ്റെ ചരിത്രം ലോകാതീത കാലം മുതൽ തന്നെ ആരംഭിക്കുന്നു എന്ന് ചരിത്രഗ്രന്ഥത്തിൽ അർത്ഥം സ്ത്രീയുടെയും എന്നാണ്. ഇവിടെ ഒരു ഡയലക്റ്റിക്സ് ഒരു വൈരുദ്ധ്യമുള്ളത് പോലെ തോന്നും. ഈ വിധി എന്ന് പറയുന്നത് സുനിശ്ചിതമാണ്, വ്യക്തികളെ സംബന്ധിച്ചോളം, പ്രപഞ്ചത്തെ സംബന്ധിച്ചോളം, സമൂഹത്തെ സംബന്ധിച്ചോളം. അപ്പോൾ പിന്നെ പൗരുഷത്തിന് എന്ത് പ്രസക്തി? പൗരുഷത്തിൻ്റെ പ്രസക്തി വിധി അനുസരിച്ച് വരുന്ന തിക്തമായ അനുഭവങ്ങളെ നേരിടാൻ ഇവൻ സന്നദ്ധനായിരിക്കും. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകില്ലെന്ന് ചുരുക്കം, ഹൃദയം തളർന്നു പോകില്ല എന്ന് ചുരുക്കം, ഹൃദയസ്തംഭനം വരില്ല, എപ്പോഴും കരുതലോടിരിക്കാൻ, എന്ത് വന്നാലും നേരിടും എന്നുള്ള നിലയിലിരിക്കുകയാണ്. അപ്പോൾ നേരിടാനുള്ള, പ്രപഞ്ചത്തിലെ ദുഃഖങ്ങളെ നേരിടാനുള്ള, അല്ലെങ്കിൽ ദുഃഖങ്ങളുടെ നേരെ സ്വീകരിക്കാനുള്ള വിജയകരമായ പ്രതികരണശേഷി ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ളതാണ് പൗരുഷം. ഇപ്പോൾ എനിക്കൊരനുഭവം ഉണ്ടാകുന്ന അതേ അനുഭവം തന്നെ മറ്റൊരാൾക്കുണ്ടായെന്നാൽ രണ്ടുപേരുടെയും പ്രതികരണം ഒരുപോലെ ആയിരിക്കില്ല. അത് അവരവരുടെ സംസ്കാരത്തിനനുസരിച്ച പ്രതികരണ വൈജാത്യമുണ്ടാകും. ധർമ്മപുത്ര പ്രതികരിക്കുന്നവരല്ല ഭീമൻ പ്രതികരിക്കുന്നത്. സംഭവം പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപമാണ്. ഭീമൻ്റെ ആന്തരമായ ശക്തി, കായികമായ ശേഷി, മാനസികമായ ശേഷി, അഭ്യാസസിദ്ധമായ ശേഷി മുഴുവനും ഭീമൻ്റെ വലത്ത് കരത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു. ഇവരെ പിടിച്ച് തകർക്കാൻ, വെറുതെ എടുത്ത് പിഴിയാനുള്ളതേ ഉള്ളൂ. ഭീമന് 10,000 ആനയുടെ ശക്തിയാണ്, എന്നുവെച്ചാൽ മഹാശക്തൻ എന്നർത്ഥം. ഇതൊന്നും ധർമ്മപുത്രർക്ക് തോന്നിയില്ല. ആ പ്രതികരണത്തിലെ വ്യത്യാസമാണ്.